മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. സൂചനകൾ: ഫ്രെയിം തയ്യാറാക്കുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ scenery.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ x10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി svg ഫയലായി സേവ് ചെയ്യുക. ഇംഗ്ലീഷ് ചോദ്യം: Create an image in Inkscape software as shown in the model. Hint: create a frame. Include the images scenery.png given in the images 10 folder in home. Group the entire image. Save the image as svg file in the x10 folder in home with your register number question number as the file name. Applications: Graphics, Inkscape Vector Graphics Editor. ചോദ്യം പരിശോധിക്കാം. 2 ചതുരങ്ങളും ഒരു ഇമേജുമാണ് ഇതിലുള്ളത്. ആദ്യം ചതുരം വരയ്ക്കാം. അതിനിവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. അത് കുറച്ചിങ്ങോട്ട് നീക്കി വയ്ക്കുന്നു. ഇനി ഇതിൻ്റെ നിറം ഇവിടെ ചോദ്യത്തിൽ കാണുന്നത് പോലുള്ളതാക്കണം. താഴെ കളർ പാലറ്റിൽ നിന്നും അനുയോജ്യമായൊരു നിറം കൊടുക്കുന്നു. ഇനി ഇതുപോലൊരു ബോർഡർ കൂടി നൽകണം. ഇനി ബോർഡർ വരയ്ക്കാൻ വേണ്ടി ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുന്നു. അങ്ങനെ ഷിഫ്റ്റ് കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് കളർ പാലറ്റിൽ നിന്ന് അതിനനുയോജ്യമായ ഒരു നിറം തിരഞ്ഞെടുക്കുന്നു. ചെറിയൊരു ബോർഡർ വന്നു കഴിഞ്ഞു. ഒന്നുകൂടി കൃത്യമാക്കുവാൻ വേണ്ടി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വിഡ്ത്ത് കുറവാണ്, 10 എന്ന് കൊടുത്തു നോക്കുന്നു. അല്പം കൂടിപ്പോയി, 6 എന്ന് കൊടുത്തു നോക്കാം. 6 എന്ന് കൊടുക്കുന്നു. ചതുരം വേണ്ട രീതിയിൽ ക്രമീകരിച്ചു വെക്കാം. ഇനി ചതുരത്തിനുള്ളിൽ മറ്റൊരു ചതുരം കൂടി വേണം. അതിനിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഷിഫ്റ്റ് കീയിലും കൺട്രോൾ കീയിലും ഒരുമിച്ച് അമർത്തിക്കൊണ്ട് ചതുരത്തെ ചെറുതാക്കുന്നു. ബോർഡറിൻ്റെ വിഡ്ത്ത് ലേശം കുറച്ച് നോക്കാം. 2 എന്ന് കൊടുത്തു നോക്കാം. പോരാ, 3 കൊടുത്തു നോക്കാം. ഏകദേശം ശരിയായി. ഷിഫ്റ്റ് കീയിൽ അമർത്തിക്കൊണ്ട് അതിന് കറുപ്പ് നിറം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒരു ചിത്രം കൂടി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. scenery.png ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ചിത്രം ഉൾപ്പെടുത്താൻ ഫയലിലെ ഇമ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജസ് 10 സെലക്ട് ചെയ്യുന്നു. അതിൽ സീനറി എന്ന ചിത്രം സെലക്ട് ചെയ്യുന്നു. ഇനി ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓക്കെ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചിത്രത്തെ വേണ്ട സ്ഥാനത്തേക്ക് വയ്ക്കുക. നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ചിത്രത്തെ മുഴുവൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ x10ൽ svg ഫയലായിട്ട് ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോൾഡർ x10 സെലക്ട് ചെയ്യുന്നു. ഡ്രോയിങ് എന്ന പേര് മാറ്റിയിട്ട് അവിടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഹോമിലെ x10ൽ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്.